അപ്പൊ ഞാൻ പറയുന്നത് പവർ ഗ്രൂപ്പ് എന്നോ എന്ത് വേണേ അതിനെ പേരിട്ടു, ഒരു വിഭാഗത്തിന്റെ മാനസികാവസ്ഥ ഭയങ്കര മോശമാണ്. വൈരാഗ്യബുദ്ധിയാണല്ലേ? അതെ, അതാണ് വൈര്യ നിര്യാതന ബുദ്ധി എന്നൊക്കെ പറയാം. ഞങ്ങളെതിരെ വിരൽ ചൂണ്ടിയോ നിന്നെ ഞങ്ങൾ വെച്ചേക്കത്തില്ല. പക്ഷേ ഈശ്വരാധീനം കൊണ്ട് ഞാനത് ഇതൊന്നും സാധ്യമാകാത്തതുകൊണ്ടാണ് ഞാൻ കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയത്. എനിക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംഭവം പോലും അറിയില്ലായിരുന്നു. അന്നാണ് ഡൽഹിയിലുള്ള 2 ചെറുപ്പക്കാർ, ആലുവക്കാരനായ ഹർഷദ് ഹമീദ്, ഇത് അദ്ദേഹം ഇന്ന് നമ്മുടെ സ്റ്റേറ്റിന്റെ സുപ്രീം കോടതിയിലെ കൗൺസിലാന്ന് തോന്നുന്നു, ഒരു ദിലീപ്, ഈ 2 ചെറുപ്പക്കാർ എന്നെ വിളിച്ച് പറയാണ്, സാർ നിങ്ങൾക്ക് ഇത് ചോദ്യം ചെയ്യണമെങ്കിൽ ഇത്തരം ഡോമിനേറ്റഡ് ആയിട്ട് ഈ കോമ്പറ്റീഷനിലൂടെ നിങ്ങളെ തോപ്പിക്കുന്നതിന് വേറെ ഒരു കോടതിയിൽ പോയാലും ഇല്ല, കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയത്. ആ കോമ്പറ്റീഷൻ കമ്മീഷൻ ഇവിടെ നമ്മുടെ വൈറ്റിലയിൽ ഇൻകം ടാക്സ് ഓഫീസിന്റെ മുമ്പിൽ ഒരു കോർട്ട് ഉണ്ടാക്കിയിരുന്നു. ഒരു മീഡിയാസ് വന്നിട്ട് അതൊന്നും വലിയ ന്യൂസാക്കിയില്ല. കാരണം എന്താണ്, ഈ താരങ്ങളുടെ കയ്യിലായിരുന്നു വന്ന് മീഡിയ മുഴുവൻ. എന്നിട്ട് അവിടാണ് മധുസാറിനെ കണക്കുള്ളവർ വന്ന് മൊഴി കൊടുത്തത്. മധുസാർ വന്ന് മൊഴി കൊടുത്തു. മധുസാർ പറഞ്ഞു, ശരിയാണ്, വിനയന്റെ വിലക്ക് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. വിനയന്റെ ഒരു അഡ്വാൻസ് ഞാൻ മേടിച്ചിരുന്നു, ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ 50,000 രൂപ. എൻ്റെ വീട്ടിൽ വണ്ടിയിൽ വന്നിറങ്ങി ഫെഫ്കയുടെയും പ്രൊഡ്യൂസേഴ്സിന്റെയും ചില പേരുകൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ബി ഉണ്ണികൃഷ്ണൻ, സിയാദ് കോക്കർ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു പാച്ചിക്ക പോലും അതിനകത്തുണ്ടായിരുന്നു. ഇവരവിടെ ചെന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഞങ്ങളെല്ലാം എതിർത്തുകൊണ്ട് ഒരുത്തൻ നിൽക്കുമ്പോൾ സാർ അവൻ്റെ പടത്തിൽ അഭിനയിക്കാവോ? മൗസാറിന് ജീവിച്ചിരിപ്പുണ്ടല്ലോ. അദ്ദേഹം എന്നെ അകത്ത് മുറി കയറിയിട്ട് വിളിച്ചു, വിനയ ഇങ്ങനെ ഇവർ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു, സാർ എന്നെ പടത്തിൽ അഭിനയിക്കാൻ വന്ന ഞാൻ സാറിനെ കാണുന്നത് ഗുരുസ്ഥാനീയനായിട്ടാണ്. സാറിനൊരു മാനസിക പ്രശ്നം ഉണ്ടായിട്ട് എൻ്റെ പടത്തിൽ അഭിനയിക്കണ്ട സാർ, ഞാൻ അഡ്വാൻസ് തിരിച്ചു തന്നേക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ആ കോമ്പറ്റീഷൻ കമ്മീഷന്റെ വിസ്താരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഇത് ശരിയാണ്, ഇങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. അതായിരുന്നു ഇവർക്കെതിരെ പ്രധാന വിധി വന്നത്. അന്ന് ഈ ഫെഫ്ക പറഞ്ഞു, അങ്ങനെ ഇല്ല, മൗസാറ് അഡ്വാൻസ് പുള്ളി ഇഷ്ടപ്രകാരം മടക്കി കൊടുത്താണെന്ന് പറഞ്ഞു. പക്ഷെ ക്രോസ് വിസ്താരത്തിന് എഴുതി കൊടുത്തിട്ട് ഇവർ വന്നില്ല. അതുപോലെ തന്നെ ജയസൂര്യ പറഞ്ഞു, എൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വന്നപ്പം അയാളെ വിളിച്ചു പറഞ്ഞു സിബിമലയിൽ ഇന്നാരോ. ഇങ്ങനെ നിരന്തരം എനിക്കെതിരെയുള്ള പേപ്പറുകൾ, സാബു ചെറിയാനും സുരേഷ് കുമാറും കൂടെ ഒപ്പിട്ട പേപ്പറുകൾ ഞാൻ കോമ്പറ്റീഷൻ കമ്മീഷനിൽ അന്ന് മധുസാറിന്റെ, അതായത് കോമ്പറ്റീഷൻ കമ്മീഷനിൽ വന്നതുകൊണ്ട് തന്നെ അത് രേഖാമൂലമുള്ള കാര്യങ്ങളാണല്ലോ. അത് താങ്കൾക്ക് വെളിപ്പെടുത്തുന്നതിന് നിയമ തടസ്സം ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓൾറെഡി സെറ്റിൽ ചെയ്ത അല്ലെങ്കിൽ പൂർത്തിയായ ഒരു കേസാണ്, നിയമ നടപടിയാണ്. അതുകൊണ്ട് തന്നെ അന്ന് മധുസാറിന്റെ അടുത്തേക്ക്, മധുസാറിന്റെ വീട്ടിലെത്തിയത് ആരൊക്കെയാണ് ശ്രീ വിനയൻ? ജനം അറിയട്ടെ. ആ ഫുൾ നെയിം എനിക്കറിയില്ല. അന്ന് സാർ എന്നോട് 2-3 പേരുടെ പേര്, 3-4 പേർ, ഒരു പറ്റും 2 കാറിലാണ് വന്നത്, ആൾക്കാരുണ്ടായിരുന്നു. അദ്ദേഹം കോമ്പറ്റീഷൻ കമ്മീഷനിൽ കൊടുത്തിരിക്കുന്നതിനകത്ത് എനിക്ക് തോന്നുന്നു ബി ഉണ്ണികൃഷ്ണനോ സിയാദ് കോക്കറോ അങ്ങനെ 2 പേരുടെ പേരേ ഉള്ളെന്ന് തോന്നുന്നു. എന്നോട് അന്ന് അദ്ദേഹം പറഞ്ഞതിനകത്ത് വേറെ കുറെ പേരുകൾ പറഞ്ഞു. ഞാനകത്ത് ഓർക്കുന്നത്, അന്ന് ഈ ഫുൾ ഗാങ് എനിക്കെതിരായതുകൊണ്ട് സുജയ ഞാൻ അവരുടെ പേരിലൊന്നും വലിയ കാര്യം കൊടുത്തിരുന്നില്ല. ഞാൻ ഞെട്ടിപ്പോയതെന്ന് ഡയറക്ടർ ഫാസിലുണ്ടായിരുന്നുള്ള രീതി സാറ് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാനപ്പം ഞെട്ടിപ്പോയി. അദ്ദേഹത്തിനൊക്കെ എന്തിനാണ്, ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ്? ഫാസിൽ സാറിനൊക്കെ എന്തിനാണ് അങ്ങനെ ഒരു ഇത് തോന്നേണ്ട കാര്യം? അദ്ദേഹം ഓൾറെഡി പ്രൂവൻ ആയിട്ടുള്ള വളരെ നല്ല ഒരു മനുഷ്യനല്ലേ? അല്ല, അതൊന്നുമല്ല, സംഘടനാ ബലം. അതായത് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിനെ ഒരുത്തൻ വിരൽ ചൂണ്ടിയാൽ അവൻ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പാടില്ല. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. അല്ലാതെ എന്താണ്, സുരേഷ് കുമാർ എൻ്റെ സുഹൃത്തല്ലേ? സുരേഷ് കുമാർ ഞാനോട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. സിനിമയ്ക്ക് വേണ്ടി ഒത്തിരി നിന്നയാളാണ്. ഈ നമ്മുടെ അതുകണക്കിന് സിയാദ് കോക്കറെ പറ്റി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം അന്ന് എന്തുമാത്രം പടമെടുത്താണ്, ഇദ്ദേഹത്തിനാണ് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഒത്തിരി പടമെടുത്ത് കുടുംബം വെച്ച് സിനിമ എടുത്തോണ്ട്. പക്ഷെ ഇവർക്കൊക്കെ അന്ന് ഒറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ, ഞങ്ങളുടെ അസോസിയേഷൻ, ഞങ്ങളുടെ സംഘടന വിരൽ ചൂണ്ടുന്നവനെ നിലനിർത്തിയാൽ അവൻ പിന്നെ നമ്മുടെ തലയിൽ കയറും, ഇവൻ പാടില്ല. ആ ഒറ്റ കാര്യത്തിലല്ലേ ഞാൻ അനുഭവിച്ചത്. അല്ല ഞാൻ ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ പോയിട്ടാണോ? ഒരു സംഘടന ഉണ്ടാക്കി, ആ സംഘടന ശക്തമായിട്ട് നിന്നു. താരങ്ങളുടെ എഗ്രിമെന്റ് വേണമെന്നുള്ളിടത്ത് വാശി പിടിച്ചു, ഇവരുടെ സമരം പൊളിച്ചു. അതിന് എന്നോട് വന്ന് പറഞ്ഞ ഈ പ്രൊഡ്യൂസേഴ്സിന്റെ നേതാക്കന്മാർ തന്നെ എന്നെ വിലക്കാനായിട്ട് ഇവരാ മുന്നിൽ നിന്നത്. കാരണം സൂപ്പർ താരങ്ങളുടെ കൂടെ നിന്നാലേ ഡേറ്റ് കിട്ടത്തുള്ളൂ, കാശുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ആ ഒറ്റ കാര്യത്താൽ പീഡനം അനുഭവിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇന്ന് ഈ ഹേമ കമ്മിറ്റി ഒരു ചരിത്ര രേഖയാണ്. അതിനകത്തും ഈ കോമ്പറ്റീഷൻ കമ്മീഷന്റെ, കാരണം സുപ്രീം കോടതിയിൽ ഇവർ പോയല്ലോ. സുപ്രീം കോടതി വരെ പോയി റിട്ടയർഡ് അറ്റോർണി ജനറലിന്റെ ഓഫീസൊക്കെയാണ് ഇവർക്ക് വേണ്ടി വാദിച്ചത്. എനിക്ക് വേണ്ടി ഈ പറയുന്ന ജൂനിയറായ ഹർഷദും ദിലീപുമാണ് ഈ 4-5 വർഷം കേസ് നടത്തിയത്.
ആ കേസിന്റെ വിധി എനിക്ക് അനുകൂലമായി. ഇവർ സുപ്രീം കോടതിയിൽ അപ്പീൽ ശ്രീ വിനയൻ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. താങ്കൾ പോരാടിയ ഒരു മനുഷ്യനാണ്. ആ പോരാട്ടത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ ഈ പോരാട്ടം നടത്തുമ്പോൾ താങ്കൾക്കൊപ്പം നിന്ന ഈ സിനിമാ മേഖലയിലെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഒരാളുമില്ലായിരുന്നു വ്യക്തമായിട്ട് ഒരു പ്രത്യക്ഷത്തിലൊപ്പം നിന്നവര്. ഒത്തിരി പേര് എന്നെ വിളിച്ചിരുന്നു. ഞങ്ങൾ മാനസികമായിട്ട് വിനയന്റെ കൂടെ ഉണ്ട്, വിനയൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ വിനയനെ വിലക്കേണ്ട കാര്യമില്ല ഇവർക്ക്, പക്ഷെ ഇത് ഞാൻ വിളിച്ചതായിട്ട് പറയല്ലേ എന്ന് പറഞ്ഞ സുഹൃത്തുക്കളായിരുന്നു എനിക്കുണ്ടായിരുന്നത് കൂടുതലും. എന്തുകൊണ്ടായിരിക്കാം? അവർക്ക് ഭയം എന്തിനായിരുന്നു ശ്രീ വിനയൻ? ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവൻ വായിച്ചു നോക്കിയപ്പോൾ അതിൽ അടിവരയിട്ട് എഴുതി വെക്കേണ്ട ഒരു വാക്കായി എനിക്ക് തോന്നിയത്, ഞാൻ മനസ്സിലാക്കിയത് ഭയമാണ്. അത് ആ ഭയം ഇന്നത്തേലും കൂടുതലായിരുന്നു അന്ന്. ഇന്ന് കാലം കുറച്ച് ഇന്ന് ഈ കഴിഞ്ഞ 4-5 വർഷമായിട്ടാണല്ലോ ഈ ന്യൂജൻ കുട്ടികളുടെ തള്ളിക്കയറ്റവും സിനിമ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അന്ന് ഇതിലുമൊക്കെ വലിയ ശക്തമായിരുന്നു ഈ ലോബി. ഭയം അല്ലെ സിനിമയ്ക്കകത്ത് നിൽക്കാൻ പറ്റില്ല. എന്നെപ്പറ്റി പറഞ്ഞല്ലോ, കാലഹരണപ്പെട്ട സംവിധായകനായിരുന്നു അന്ന് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി. ടി വിയിലൊക്കെ എന്നെപ്പറ്റി, കാരണം ഒരിക്കലും തിരിച്ചു വരില്ല. ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഡയറക്ടർമാർ പോലും എന്നെ വെച്ച് പടം ചെയ്യാൻ വരുന്നവരെന്ന് പറഞ്ഞു, വിനയനൊന്നും ഇനി ജീവിതത്തിൽ പടം ചെയ്യാൻ പറ്റില്ല, വല്ല കാര്യമുണ്ടോ ഇവരോടൊക്കെ എതിർത്തിട്ടെന്ന് ചോദിച്ചവരാണ് പലരും. അപ്പം അതാണ് ഭയം. വലിയ ആൾക്കാർക്കാണേലും ഭയമായിരുന്നു. അന്ന് ഈ പറയുന്ന 2020 പടമൊക്കെ എടുത്തിട്ട് ദിലീപിൻ്റെ കയ്യിലായിരുന്നു അന്ന് മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ മൊത്തം ചുക്കാനെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ദിലീപിനെയാണല്ലോ തുളസീദാസിന്റെ ഇഷ്യൂവിൽ ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ട്, 3 മാസത്തിനകം ഇത് ആ ഇഷ്യൂ ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നമാകി ഞങ്ങൾ നടപടി എടുക്കേണ്ടി വരുമെന്ന് 3 മാസം. അതെന്താണ് സംഭവിച്ചത്? തുളസീദാസിന്റെ ചിത്രത്തിൽ നിന്ന് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ കേട്ടിരുന്നു. അന്ന് അതെന്താണ് സംഭവിച്ചത്? ഏത് സിനിമയായിരുന്നു അത്? എന്റെ പേരെന്താന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ അന്ന് മൈക്രോ ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ അന്ന് പൃഥ്വിരാജ് അഭിനയിച്ച സിനിമയാണോ? അല്ലല്ല, ആ സിനിമ നടന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് ഉള്ളാട്ടിൽ ഫിലിംസ് ആയിരുന്നു അതിന്റെ പ്രൊഡ്യൂസേഴ്സ്. അന്ന് എനിക്ക് തോന്നുന്നു ഊമപ്പെണ്ണിന് ഒരിയാടപ്പ എന്നുള്ള ചിത്രത്തിന്റെ തമിഴ് വെർഷന്റെ ഷൂട്ടിംഗ് പൊള്ളാച്ചി നടക്കുമ്പോഴാണ് എന്നെ വിളിച്ചിട്ട് മരിച്ചുപോയ ഹരിച്ചേട്ടനും ഹരികുമാറും നമ്മുടെ മധുചേട്ടനും മധു സാറും ഒക്കെയാണ് എന്നോട് പറഞ്ഞത്. വളരെ ജെനുവിനായ ഒരു ഇഷ്യൂ ആണ് മധു പറഞ്ഞത്. ഇത് തുളസീദാസിനെ അയാളാണ് പ്രൊഡ്യൂസറെ കൊണ്ടുവന്നത്, ഈ പൈസ മേടിച്ചു കൊടുത്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ തുളസീദാസിന്റെ കോളേജ് കുമാരൻ എന്ന് പറയുന്ന ഒരു പടം, മോഹൻലാലിനെ വെച്ച് ചെയ്തൊരു പടം, അത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. അപ്പം ദിലീപ് പറഞ്ഞു തുളസീദാസിനെ മാറ്റിയാലേ ഞാൻ അഭിനയിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഞാനപ്പോൾ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഞാനിവിടെ പൊള്ളാച്ചിയിലാണ്, നിങ്ങൾ ആരെങ്കിലും ഇടപെട്ടാ പോരെ? ഇല്ല, വിനയൻ ഇടപെടണം, വേറെ ആരും തൻ്റെ അടുത്തുകൂടി പറയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ ആവശ്യമില്ല അതിനകത്ത് കയറി ഇടപെട്ടതാണ് ഈ കുരിശൊക്കെ വലിച്ചു വിരിച്ചത്. ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഞാനപ്പോൾ ഇന്നസെന്റ് ചേട്ടനെ വിളിച്ച, ചേട്ടാ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, എഗ്രിമെന്റ് ഉള്ളതാണ്. ഇന്നസെന്റ് ചേട്ടൻ പറഞ്ഞു ഞാൻ ദിലീപിനോട് വിളിച്ച് സംസാരിച്ചിട്ട് വിനയനെ അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാനത് പുള്ളി പിന്നെ വിളിച്ചു പറഞ്ഞു, ഇല്ല അവന് ഇനിയും എന്ത് ആകാശം ഒടിഞ്ഞു വീണാലും ആ സംവിധായകന്റെ പടത്തിൽ അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയിട്ട് തുളസീദാസ് അവിടെ കാര്യങ്ങൾ പറയുകയും ഈ കാര്യത്തിൽ 3 മാസത്തിനകം സെറ്റിൽമെന്റ് ഉണ്ടാക്കണമെന്ന് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്ന അതിന് മുമ്പുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ 2004 എഗ്രിമെന്റിന്റെ സമരം, അത് കഴിഞ്ഞ് 2007 ചെറിയ സിനിമകൾക്ക് വേണ്ടി ഒരു സിനിമാ ഫോറം ഉണ്ടാക്കി. ശ്രീ വിനയൻ, അങ്ങ് ഈ സംഘടനയെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി, അത് ശ്രീ വിനയനാണ്. അത് എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ട്രേഡ് യൂണിയൻ. കോൺട്രാക്റ്റിനെ അനുകൂലിച്ചുകൊണ്ട് താങ്കൾ നിന്നു. അതിനും താങ്കൾ കൃത്യമായ ഒരു നിലപാടെടുത്ത ആളാണ്. ഇവിടെ ഒരു യൂണിയൻ ഉണ്ടാവുകയാണെങ്കിൽ, ഒരു സംഘടന ഉണ്ടാവുകയാണെങ്കിൽ അത് ഞങ്ങളുടെ കൈപ്പിടിയിലായിരിക്കണം എന്ന് തീരുമാനിച്ച ചിലർ, അവർ തന്നെയല്ലേ ഇപ്പോഴും ഇതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്നത്? അതല്ലേ വാസ്തവം? ആയിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞത്. എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു അന്നുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പിനെ തന്നെയാണോ ഇന്ന് ഹേമ കമ്മിറ്റി പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എനിക്കറിയില്ല. അന്ന് സരോവരം ഹോട്ടലിൽ 2008 കൂടി ഒരു മീറ്റിംഗ് സുജയ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. എല്ലാ ചാനലുകളും അത് ലൈവ് കൊടുത്താണ്. കാരണം സൂപ്പർ താരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇന്നത്തെ മന്ത്രി ഗണേഷ് കുമാർ ഉണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ പറഞ്ഞു വിനയനിൽ നിന്നും മലയാള സിനിമ രക്ഷപ്പെടുത്താനാണ് എന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ച്, അങ്ങനെയാണ് ഇവർ സ്പോൺസർ ചെയ്ത് ആദ്യമായിട്ട് കേരളത്തിലുണ്ടാക്കിയ ഒരു ട്രേഡ് യൂണിയൻ. ആ ട്രേഡ് യൂണിയന്റെ അതേ ബയലോ വെച്ചിട്ട് ഇവരെ വേറൊരു ട്രേഡ് യൂണിയൻ അവരുടെ വേറെ പേരിൽ, ഞാൻ ആ തൊഴിലാളി സംഘടന ഞാൻ മോശമാക്കുന്നൊന്നുമില്ല, തൊഴിലാളി സംഘടന എന്നും അത് വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ സംഘടന എന്നെ ഉൾപ്പെടെ, ഞാൻ പറഞ്ഞു ഞാൻ രാജിവെക്കാം, ഞാൻ ആ സംഘടന എന്തിനാ, അല്ല പേര് പോലും പാടില്ല മൈക്രോ ഫെഡറേഷൻ. അങ്ങനെയാണ് അത് പൊളിച്ചത്. കാരണം അവർക്കറിയാം മൈക്രോ ഫെഡറേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇനി 2-3 വർഷം കഴിഞ്ഞാലും ഒരു ഇലക്ഷൻ നടന്നാൽ തിരിച്ച് ഞാൻ വരും. കാരണം തൊഴിലാളികൾക്ക് എന്നോട് എത്ര താല്പര്യമായിരുന്നു. അപ്പം ഈ വലിയ സംവിധായകരൊക്കെ അപ്പുറത്ത് പോയിട്ട്
അവർ ഒറ്റ തൊഴിലിനും ഇവരെ വിളിക്കത്തില്ലെന്ന് കണ്ടപ്പോൾ ഇവർ മെല്ലെ മെല്ലെ നേരത്തെ സുജയ പാർവതി പറഞ്ഞ ആ ഭയത്തിന്റെ പ്രശ്നം, ഭയം മാത്രമല്ല പ്രാക്ടിക്കലായിട്ട് ജീവിതം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ, അവർ പണിയില്ലാത്ത വരുന്ന അവസ്ഥയിൽ മൊത്തം ആൾക്കാർ അങ്ങോട്ട് പോയി. അങ്ങനെ ഈ സംഘടന പിളർത്തിയതിന് ശേഷം 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആൾക്കാരും പോയി. അങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്ന് രാജിവെച്ചിട്ട് കേസിന് പോയത് കോമ്പറ്റീഷൻ കമ്മീഷൻ. കാരണം ഇത് സംഘടനയിൽ നിന്നുകൊണ്ട് ഒരു സംഘടനയുടെ വക്താവായിട്ട് നിന്നുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് എന്നോട് ഈ അഡ്വക്കേറ്റ്സ് പറഞ്ഞുകൊണ്ട് ഞാൻ രാജിവെച്ചു. ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഞാൻ ഈ കേസിന് പോയത്. അപ്പൊ ആ സംഘടന അങ്ങനെ ഇവർ തകർത്തു, അതാണ് സത്യം. 246-ാമത്തെ പാരഗ്രാഫിൽ ശ്രീ വിനയൻ നമുക്ക് തുറന്ന് സംസാരിക്കാം.